യെസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു ടൈപ്പാണ് കേട്ടോ. ഇത് ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറയാം, പക്ഷേ ഞാൻ അങ്ങനെ പറയണില്ല, വെറുതെ പറഞ്ഞത് മാത്രം. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനി അങ്ങനെ ചെയ്യാൻ സാധ്യത കുറവാണ്. എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫീൽഡാണത്. എന്നാലും ഇന്ന് വെറുതെ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അത് ഞാനിങ്ങനെ ഇരുന്നിട്ടാണ് മുടി ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ മോൻ ഫോൺ എടുത്തിട്ട് ക്യാമറ ഓണാക്കി വെച്ചത്. എന്നാൽ പിന്നെ അവൻ്റെ ഒരു ഇഷ്ടമല്ലേ എന്ന് കരുതി ഞാൻ പിന്നെ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഒരു ഇത് എൻ്റെ മേക്കപ്പ് ഒന്നും പറയാനില്ല കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യണ കാര്യമാണ്. അല്ലാണ്ട് ഒരു ലോഡ് ഐറ്റംസ് വെച്ച് മേക്കപ്പ് ചെയ്യുക അതൊന്നുമില്ല. ഈ കാണുന്ന ഐറ്റംസ് തന്നെ ഉള്ളൂ. അതും ഇതിൽ പലതും ഞാൻ അങ്ങനെ ഉപയോഗിക്കണ ഐറ്റംസൊന്നും നല്ല സ്ഥിരം ഉപയോഗിക്കാറൊന്നുമില്ല. വല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു, അല്ലാണ്ട് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല. അതായത് ലിപ്സ്റ്റിക്കാണ് മെയിനായിട്ട് പറഞ്ഞത്. ലിപ്സ്റ്റിക്ക് ഐലൈനറൊന്നും ഞാനങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളൊന്നുമല്ല, താല്പര്യമില്ല. ഇപ്പോൾ തീരെ ഉപയോഗിക്കാറില്ല പ്രഗ്നൻ്റ് ആയതിനു ശേഷം. അപ്പോൾ ഇപ്രാവശ്യം എന്തോ ഒരു വിഷുവൊക്കെ അല്ല, അപ്പോൾ ഭയങ്കര ആഗ്രഹം, മുല്ലപ്പൂ വെക്കണം, മുല്ലപ്പൂ വേണം എന്നൊക്കെ ഒരു തോന്നൽ. അങ്ങനെ മോനെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ്. കൊന്നപ്പൂ ഉണ്ട് വീട്ടിൽ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വിഷുവിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് മുല്ലപ്പൂ വാങ്ങി. എന്നാൽ പിന്നെ അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം, എനിക്ക് വെക്കണം. അപ്പോൾ എന്തായാലും വാങ്ങി പൈസ കൊടുത്തിട്ട് എന്നാൽ പിന്നെ അത് മുതലാക്കണമല്ലോ, മാക്സിമം അത് ഉപയോഗിക്കാൻ വിചാരിച്ചു. അങ്ങനെ അപ്പം ഞാനിതിങ്ങനെ ചെയ്യണതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ വന്നിട്ട് അവൻ്റെ വിക്രിയാസങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പൂവിൻ്റെ ഇതൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിക്കണില്ല, വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായി പണിയൊക്കെ ചെയ്തത്. പിന്നെ മുല്ലപ്പൂ കൊണ്ടുവന്നു, അപ്പോൾ അത് തലയിൽ വെക്കുന്നത് അവൻ്റെ പരിപാടിയാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ മുല്ലപ്പൂ തലയിൽ വെച്ചിട്ട് 13 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മാല പോലെ വെച്ചിട്ടാ, ഒരു പൂ 2 പൂവൊക്കെ കയ്യിൽ പിടിച്ച് തന്നിട്ടുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനെ തലയിൽ എത്ര വെച്ചിട്ടില്ല. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു സമയത്ത് മുല്ലപ്പൂ വയ്ക്കുക. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതിൻ്റെ സ്മെല്ല് പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു സമയം. പിന്നെ എനിക്കത് പറ്റാതായി, വൊമിറ്റിംഗ് ടെൻഡൻസി ഇത് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല്. അപ്പോൾ പിന്നെ അത് ഉപേക്ഷിച്ചു. നമുക്ക് ആരോഗ്യമാണല്ലോ പ്രധാനം, ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക എളുപ്പമല്ലല്ലോ, അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ഫീലിംഗ് ഒന്നും ഇല്ലാത്ത കാരണം ട്രൈ നോക്കിയതാണ്. അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്നാൽ പിന്നെ മുല്ലപ്പൂവൊക്കെ വെച്ച് സെറ്റായിട്ട് 2 ഇതിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്താട്ടാ. ഒന്ന് സെറ്റ് സാരിയിലും ഒന്നൊരു ടോപ്പ് ഇട്ടിട്ട്. അപ്പോൾ ഇഷ്ടമായി വിചാരിക്കണം എല്ലാവർക്കും. വെറുതെ ചെയ്തതാണ് കേട്ടോ, ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യണതാണ്. അങ്ങനെ അപ്പോൾ കൊന്നപ്പൂവൊക്കെ പിടിച്ചിരുന്ന് അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ കെട്ടിയവനെ നിർത്തി. കെട്ടിയവന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഫോട്ടോകളിൽ വരാനായിട്ട്, അതുകൊണ്ടാണ് അധികം കാണാത്തത്. മോനും വലിയ താല്പര്യമൊന്നുമില്ല, അവനെ ഇങ്ങനെ കുറേ പറഞ്ഞാൽ അവൻ വരുള്ളൂ. പക്ഷേ എനിക്ക് നേരെ തിരിച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസ് എടുക്കാൻ. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം ചെയ്തിരിക്കണം. അപ്പോൾ എല്ലാവർക്കും വിഷുവിൻ്റെ ആശംസകൾ. വിഷു വരാറായി, എല്ലാവരെയൊക്കെ ഒരുക്കം എവിടെ വരെയെന്ന് അറിയില്ല. അപ്പോൾ ബൈ ഫ്രം ചിന്നൂസ് ഡയറീസ്. കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ബായ്, പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിലൊക്കെ ഓർക്കുക.